സൗദി PCC എങ്ങനെ എടുക്കാം എന്നുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. അതെ, സൗദിയിൽ വർക്ക് ചെയ്ത ആൾക്കാർക്ക് അബ്രോഡൊക്കെ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതിനത് ക്ലാരിറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ സൗദി എന്നുള്ളൊരു രാജ്യത്ത് ഒരുപാട് വർഷമൊക്കെ നിങ്ങൾ വർക്ക് ചെയ്ത ശേഷം പിന്നീട് UK, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, അയർലൻഡ്, കാനഡ അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേപ്പർ വർക്ക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരുമ്പോഴാണ് ദെൻ ഈ ഒരു PCCയുടെ റിക്വയർമെൻറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള വേയിൽ വെരി ലെസ് ഡോക്യുമെൻറ്റ്സ് മാത്രം യൂസ് ചെയ്തിട്ട് എങ്ങനെ PCC എടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഈ ചാനൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ സൗദി PCC എടുക്കാൻ വേണ്ടി വെരി 2 ഡോക്യുമെൻറ്റ്സ്, വെരി സിമ്പിൾ ആയിട്ടുള്ള 2 ഡോക്യുമെൻറ്റ്സ് മാത്രം മതി നമുക്ക്. ഒന്ന് കാൻഡിഡേറ്റിൻ്റെ ഇക്കാമ ID, പിന്നെ പാസ്പോർട്ടിൻ്റെ കോപ്പി. ഇത്രയും മാത്രം ഉണ്ടെങ്കിൽ നമുക്കൊരു 7 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ PCCയുടെ സ്കാൻഡ് കോപ്പി എടുക്കാൻ പറ്റും. പിന്നെ PCC കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം അതിനുശേഷം നമുക്കൊരു 10 to 15 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ സൗദിയിൽ നിന്ന് തന്നെ ഇത് കൊറിയർ വരും. നമ്മുടെ ഓഫീസിൽ തന്നെ ഒറിജിനൽ PCC കൊറിയർ വരും. അപ്പോൾ അങ്ങനെ എങ്ങനെ പോയാലും ഒരു 15 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സൗദി ഫിസിക്കൽ കോപ്പി കിട്ടാനാണ് ആ കൊറിയർ ടൈം എടുക്കുന്നത്. ഓക്കെ, പിന്നെ സൗദി PCCക്ക് വാലിഡിറ്റി ഉണ്ടോ, എത്ര നാളത്തെ വാലിഡിറ്റി ഉണ്ടെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. 1 മന്തേ ഉള്ളൂ സൗദി PCCയുടെ വാലിഡിറ്റി. ഇക്കാമ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അപ്പോൾ പിന്നെ ഇതുപോലൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്തതാണ്. അപ്പോൾ ഇക്കാമ ID ഇല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓൾട്ടർനേറ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പം അവരുടെ സൗദിയുടെ വിസ പേജ് ഉണ്ടാവും. പാസ്പോർട്ടിൽ വിസ സ്റ്റാമ്പ് ചെയ്ത പേജിനോട് ചേർന്നിട്ട് ഒരു പേജ് ഉണ്ടാവും. ആ പേജിൽ പെൻ കൊണ്ട് അറബിക്കിലൊരു നമ്പർ എഴുതിയിട്ടുണ്ടാവും. ഇറ്റ് ഈസ് കോൾഡ് ബോർഡർ നമ്പർ. അപ്പോൾ ആ ബോർഡർ നമ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ID എടുത്ത് PCC റിലീസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് സൗദി PCCയുടെ ഒരു പ്രൊസീജിയേഴ്സ് വരുന്നത്. സിമ്പിൾ അല്ലേ? നമുക്ക് അത്ര ഒരുപാട് ഹെക്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. പിന്നെ വെരി എന്താ പറയുക, എഫക്റ്റീവ് ആയിട്ടുള്ള കോസ്റ്റ് സൈഡും ആണ്. അപ്പോൾ നിങ്ങൾക്ക് PCCയുടെ എൻക്വയറി, എസ്പെഷ്യലി സൗദി PCC എടുക്കണം എന്നുണ്ടെങ്കിൽ ട്രൂവേയിലേക്ക് കോൺടാക്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ മൈഗ്രേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തായാലും മാൻഡേറ്ററി ആയിട്ട് PCC വേണ്ടി വരും. പിന്നെ ചിലർ ചോദിക്കും നേരത്തെ കൂട്ടി PCC എടുത്ത് വെക്കേണ്ടല്ലോ, 1 മന്ത് ആകുമ്പോൾ ആ ഒരു ടൈം അനുസരിച്ചിട്ട് വേണം നിങ്ങൾ എടുക്കാൻ. ഇല്ലെങ്കിൽ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ എക്സ്പയർഡ് ആയാൽ വീണ്ടും എടുക്കേണ്ടി വരും. ഇതിൽ റിന്യൂവലിനൊരു ഓപ്ഷൻ ഇല്ല. വൺസ് ഒരു PCC എക്സ്പയർഡ് ആയാലും പുതിയ PCC എടുക്കുക എന്നുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ PCC. നമ്മൾ എന്തെങ്കിലും ആഡ് ചെയ്യുന്ന എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടോ കൂടുതലായിട്ട്? ഇല്ല, നമ്മളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, നമ്മുടെ കസ്റ്റമർ കെയർ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടുതലായിട്ട് എന്ത് ഡീറ്റെയിൽസ് അറിയണമെങ്കിലും കോൺടാക്ട് ചെയ്യുക. നിങ്ങളും PCC എടുക്കാനായിട്ട് വെയിറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വിളിച്ചോളൂ. ഓക്കെ, ബൈ.